ഫ്രണ്ടായിട്ടിരുന്നപ്പോ എന്തൊരു നല്ല ആളായിരുന്നു. ഇത് മനുഷ്യന് മറ്റേ ബിരിയാണി ഇല്ല എന്നാ പോട്ടെ എന്ന് തിരിച്ചു മറ്റേ ആ കഞ്ഞിയും പയറും ഇത് അതുമില്ല ഇതുമില്ല. മറ്റേ ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാണ്, ഇറിറ്റേഷൻ, ചീത്ത, മുഖം വെട്ടിച്ചിരിക്കല്. 1 വീക്ക് കഴിഞ്ഞ് 2 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ തിങ്കളിന് ഇത് പറയാണ്, ഞാൻ ഇടയ്ക്കൊക്കെ പറയാൻ ശ്രമിക്കും. പിന്നെ ഞാനും ചിന്തിക്കും, നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഇതുമില്ല, ഞാനപ്പോ തിരിച്ചു പോയേക്കാം. ഞാനപ്പോ അന്ന് ദുബായിന്ന് വന്നതായിരുന്നു, ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ട് തിരിച്ചു പോയേക്കാം. ഇനി ഇവിടെ നിന്നാ ശരിയാവും, മൈൻഡ് ഇതായി പോകുന്നു. കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നൊരു കാര്യത്തും ഞാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങോട്ടാണ് ആദ്യം പറഞ്ഞത്. ഇങ്ങോട്ട് ആഗ്രഹിച്ച് ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആളുടെ ബിഹേവിയർ മാറിയപ്പോൾ ഐ തിങ്ക് ഇത് ശരിയാവില്ല, എന്നാ വിട്ടുകളയാം. നല്ല ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ തന്നെ നമുക്ക് സംസാരിക്കാം. ഞാനപ്പോ എന്നാ എന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇപ്പോൾ അന്നും വിടൂല. അന്ന് വിടൂല. കാരണം ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാലും ആൾക്ക് ഇറിറ്റേഷൻ. അന്ന് വീട്ടിന് ഉള്ളിൽ കയറ്റൂലേ ഇവൻ, അത് വരെ സത്യം. ഒരു ഫ്രണ്ടിനെ ആരെങ്കിലും വിളിച്ചാ, എടാ ഞാൻ വീട്ടിലേക്ക് വരട്ടെ, അപ്പൊ തന്നെ ഇവൻ എനിക്ക് ഭയങ്കര വയറുവേദനയാണ്. എന്തൊരു കള്ളത്തരങ്ങളാന്നറിയാം. ഇവന്റേതായ പ്രൈവറ്റ് സ്പേസ് ഉണ്ട്, അതിലേക്ക് ഇപ്പൊ ആരും വരണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഇവൻ എടുത്തിരിക്കുന്നത്. ആരെങ്കിലും വന്നാ പ്ലീസ് ഒരു ഹൈ പറയാ, ബൈ പറയാ, പോവാ. അത് ഈ കൂൾ എന്റർടൈൻമെന്റ്. ഇവൻ ഇപ്പൊ ഞാൻ എപ്പോഴും വീട്ടില് ഒരു ഗെറ്റ് ടുഗദർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞ വീട്ടിൽ വന്നിട്ട് 3 പേരും കാണ്ട് ഒരു ഹൈ പറഞ്ഞ് തിരിച്ചു പോകാനുള്ളത് അതത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഇപ്പൊ തിങ്കളിൽ ആരെയും വിളിക്കണം, ചിലപ്പോ ഒരു 9 മണി ആയിട്ടുണ്ടാവും നൈറ്റില് ആ കോള് വരുമ്പോ. ശരി, കാരണം ഇപ്പൊ നൈറ്റ് പേഴ്സൺ അല്ലല്ലോ. അപ്പൊ ആള് തന്നെ പറയും, എടാ അല്ലെങ്കിൽ അത് പിന്നെ ആക്കാം, നാളെ രാവിലെ ഉച്ചക്കും ആയിട്ട് കാണാം എന്ന് പറയും. എന്ന് പറഞ്ഞ് അല്ല, സീരിയസ്ലി സ്പീക്കിംഗ്, പോണ ഇത് വെച്ച് നോക്കുമ്പോഴേ നമ്മള് ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് വിത്ത് അവർ ഓൺ വേൾഡ് എന്ന് പറയണത്. നേരത്തെ എന്ന് വെച്ചാൽ വി ബോത്ത് വർ ഗോയിങ് ഔട്ട് for ipo friends ne kana friends, yeah, there was a lot of other reasons, but right now I think namukku a reason കാണുന്നില്ല. because first of all namukku nalla work ഉണ്ട്, കൂടാതെ നമുക്ക് നമ്മുടേതായ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും ആക്ച്വലി വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഔട്ട്, പേഴ്സണൽ സ്പേസ്. അതെ, പേഴ്സണൽ സ്പേസിലേക്ക്. അപ്പം നേരത്തെ ലൈഫും ഇന്നത്തെയും തമ്മിൽ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ഉണ്ട്. ലൈക്ക് നമുക്കും ഒരുപാട് മനസ്സിലാക്കണമല്ലോ. ഇവൻ പറഞ്ഞ പോലെ അവനെ അന്ന് ഞാൻ അത്ര ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ഇറ്റ് ടുക്ക് മീ എ വൈൽ. ലാസ്റ്റ് ഞാൻ പോയിട്ട് തിങ്കളടുത്ത് ചോദിച്ചു, ഇനി ഞാൻ അങ്ങോട്ട് വരണ്ടില്ല എന്തായാലും. മെസ്സേജ് അയച്ചില്ല. ഹി വാസ് ടൈപ്പിംഗ് ദാറ്റ് മെസ്സേജ്, ഹി വാസ് ടൈപ്പിംഗ് ഞാൻ ഇനി അങ്ങോട്ട് വരണില്ല എന്ന് പറഞ്ഞ് ഇവൻ ടൈപ്പ് ചെയ്യണ എനിക്ക് കാണാം. So I can see him typing and he is not വീട്ടിൽ വന്നിട്ടില്ല, രാവിലെ മുതൽ ഉച്ചയായി and he is not back home. So എനിക്ക് ഭയങ്കര desperation, like not seeing him. I want him to be there, but I don't want him to talk to me right now. I'm preparing myself എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ബട്ട് ഇവനെ കാണാതാവുമ്പോ എനിക്കും ഭയങ്കര ഡെസ്പറേഷൻ ആവാം. ഐ റിയലി വോണ്ട് ഹിം ടു ബി ദേർ എന്നുള്ളത്. അതെ, ഹിസ് പ്രസൻസ് ഐ നീഡഡ് ദാറ്റ്. അപ്പൊ ഞാന് പെട്ടെന്ന് വരുന്നുണ്ടോ, ഇവൻ അവിടെ നിന്ന് മെസ്സേജ് അയക്കാണ് ഞാൻ ഇനി അങ്ങോട്ട് ഇല്ലാന്ന്. എനിക്കത് പിടിക്കാൻ പറ്റാത്ത ഫൈനലി വരുന്നുണ്ടോ എന്നുള്ള ഒരു ഇത്. അപ്പൊ ഞാന് വരണോ എന്ന് ഇവൻ ഫുൾ റൊമാൻറ്റിക്. അപ്പൊ ഞാൻ പറഞ്ഞു അത് എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും, എനിക്ക് ഞാൻ തിരിച്ചറിയപ്പോൾ ഞാൻ എന്തായിരിക്കും എന്റെ ഇഷ്ടം എന്തായിരിക്കും നീ ചിന്തിക്കണത്. ഞാൻ എങ്ങോട്ടായിരിക്കും വരാ അങ്ങനെ പറഞ്ഞു. അല്ല, ഞാൻ എങ്ങോട്ടായിരിക്കും പോവാ, വീട്ടിലേക്ക്, ഇവന്റെ വീട്ടിലേക്കായിരിക്കും ഇങ്ങോട്ടാണോ വരുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തന്നെ വരാം, എനിക്ക് നിന്നെ അറിയാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ എന്ന് ഇങ്ങനെ മെസ്സേജ്. അത് കഴിഞ്ഞ് പറഞ്ഞ ഒരാള് വീട്ടിൽ കയറി വേറെ. ഫൈനലി ഐ കൺഫെസ് ടു ഹിം, ലൈക്ക് സീരിയസ്ലി ഇറ്റ് വാസ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് ടൈം ഫോർ മീ ടു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ഭയങ്കര ഉള്ളിലുള്ള ഐ വാണ്ടഡ് ടു ബി ഷുവർ വൺസ് അഗൈൻ ബിഫോർ ഐ സേ ഓക്കെ ലെറ്റ്സ് ഗെറ്റ് മാരിഡ്. ബിക്കോസ് ഞാൻ ചിലപ്പോൾ അതിന്റെ ഒരു പ്രഷറിൽ ചിലപ്പോൾ ഒന്നും പറഞ്ഞു പോയേനെ. ബട്ട് എനിക്ക് ഇത്രയും വലിയൊരു ഫ്രണ്ട്ഷിപ്പ് just for the sake of like okay ഇത് ഒരു ഫിനാൻഷ്യൽ നമ്മുടെ ഒരു വർക്കിന് വേണ്ടിട്ടോ ഏതെങ്കിലും ആ ഒരു പേർപ്പസിന് വേണ്ടി മാത്രമാണോ നമ്മുടെ മൈൻഡ് ഷുഡ് ബി റെഡി ഫോർ ഇറ്റ്. ബിക്കോസ് നമ്മുടെ സിറ്റുവേഷൻ അപ്പൊ അങ്ങനെയാണ് ദാറ്റ് ഐ നീഡ്
someone to be there with me. Correct. So is he gonna be just a plus one? Like just somebody. ഒരു addition To my life. That's it. Not my strength. Our person aano allo. But he has a quality which he showed me throughout that process. God, ഇത്ര patience ഒരു മനുഷ്യനുണ്ടാവില്ല. The kind of patience he had, and I'm a very short-tempered person. Okay. ഇവന്റെ കൂടെ ഞാൻ ദേഷ്യപ്പെട്ടിട്ട് മറക്കുക. Like I have short forgotten tempered, to, yes, I've forgotten to even get angry on lot of things which I used to before. അല്ല സ്റ്റാർട്ടിങ്ങിലൊക്കെ നന്നായിട്ട് ദേഷ്യപ്പെടാറുണ്ട്. ഇപ്പഴാ പറഞ്ഞേ പൊന്നു പ്രോസസ്സാ പറഞ്ഞേ. പ്രോസസ്സില് അല്ല പൊന്നു പറയുന്നത് ഇപ്പൊ മാറി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു 2 ഇപ്പൊ ഞാൻ ദേഷ്യപ്പെടുന്നുണ്ടോ? ഇല്ല ഇപ്പൊ ദേഷ്യപ്പെടില്ല. ഫസ്റ്റ് അത് പറഞ്ഞു അത് ചോദിക്കുന്നതിന് ഇങ്ങനെ പറ ഇപ്പൊ ദേഷ്യപ്പെടുന്നുണ്ടോ? അല്ല ഞാൻ ഷോർട്ട് അല്ല ഇത് ആദ്യം നമ്മൾ ഈ 5 മാസം എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഒരുമിച്ചായെന്ന് പറഞ്ഞിട്ട് 5 മാസത്തിൽ ആദ്യത്തെ ഒരു 3 മാസവും ഞാൻ പിന്നെയും ചിന്തിച്ചു പോയിട്ടുണ്ട്. പഠിച്ചോനെ ഇത് കറക്റ്റ് ആർന്ന തീരുമാനം. ആളുടെ ടെമ്പർ വേറെ ലെവലാണെന്നേ. ഞാൻ ഈ ക്ഷമ പിടിക്കുമ്പോഴും ആള് വേറെ ടൈപ്പിലൊക്കെ കലിപ്പായി കളയും. ഞാൻ വിചാരിച്ചു ഒന്ന് കൊടുക്കണോ വേണ്ട വെറുതെ നമ്മളായിട്ട് ഞാനപ്പോ എന്റെ ഫ്രസ്ട്രേഷനൊക്കെ വല്ലൊരു ഭിത്തി എപ്പോഴും ഹാർഡായിട്ട് ഏതെങ്കിലും ടൈമില് ഒരു വഴക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും ഇവിടെ ചീത്ത പറയണില്ല. ഒരു ഇടി ഭിത്തിമൊക്കെ ഇട്ട് ചെയ്യും അതങ്ങനെ തീർത്തു. പക്ഷെ അത് ഞാൻ നിർത്തിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരാൾ പോയി കൈ കിട്ടി. ഞാൻ പറഞ്ഞു ഇത് കാണുമ്പോ എനിക്ക് കൂടുതൽ പേടിയാവും. ചുമ്മാ ഇടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ചെയ്യരുത്. ദിസ് വിൽ ആക്ച്വലി ഫ്രൈറ്റൻ മീ. എന്നെ പേടിപ്പിക്കാ ചെയ്യണത്. ഞാൻ അത് ആ ഇടി ഇടിച്ചിട്ട് പറഞ്ഞു പോന്നെ നീ ഈ ഇടി മേടിക്കാതിരിക്കുക. അപ്പൊ എനിക്കറിയാലോ രാത്രി ഉറങ്ങി കിടക്കുമ്പോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു. അത് നീ മറക്കരുത്. അടിക്കുവോ? ഇല്ല അല്ല ആ ഒരു സ്റ്റാർട്ടിങ്ങിനുള്ള അതാ പറഞ്ഞ ആളപ്പോഴും ഒരു യുദ്ധത്തിലായിരുന്നു. ശരിക്കും ഫസ്റ്റ് 3 monthsലും ഞാൻ കംപ്ലീറ്റ്ലി തിങ്കൾ ഇപ്പത്തെ ഒരു ആളെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ശരിക്കും കണ്ട അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു തിങ്കൾ ബാലല്ല ഇപ്പോ എന്റെ കൂടെ ഇരിക്കണത് എന്റെ കൂടെ ജീവിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ആരോടൊക്കെ പറഞ്ഞ കാര്യം ഞാൻ ഒരു പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. തിങ്ക് ഇതാണ് ഇത്രയും സ്നേഹം കിട്ടും. ഓക്കെ എന്നാ പിന്നെ അതിൽ ഉറപ്പിച്ചേക്കാം. അതൊരു 10% ഞാൻ അതിൽ ലോക്ക് ചെയ്തു. ഇത്രയാണ് ഓക്കെ എന്നാ പിന്നെ ആകട്ടെ. ആദ്യത്തെ ആ ഒരു 2-3 monthsൽ എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. പക്ഷെ അതല്ലായിരുന്നു. അതിനുശേഷം അത് 10, 20, 30, 40 ഇപ്പൊ 150യുടെ മേളിൽ അത്രയും ചേഞ്ച് ആവാണ് ആള്. കാരണം ആദ്യത്തെ സമയത്തൊക്കെ ആൾക്ക് അതാണ് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളപ്പോഴും യുദ്ധത്തിലായിരുന്നു. ഈ തീരുമാനം ശരിയാണോ അല്ലെങ്കിൽ ഞാൻ ആയിരിക്കാം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആളപ്പോഴും എന്നോട് ദേഷ്യപ്പെടാന്ന് വെച്ചാൽ നല്ല വയലൻസിലെ ദേഷ്യപ്പെടാം. ആൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യും. സോ ഞാൻ ഇത്രയും ചില ചെറിയ വിഷയത്തിനൊക്കെ ആയിരിക്കും പരീക്ഷണമാകാം. അല്ല അത് ആളുടെ ഒറിജിനൽ ആയിരുന്നു ചിലപ്പോ. പക്ഷെ എന്നോടുള്ള ഇതിൽ മാറി മാറി വന്നപ്പോ ആ ഒറിജിനൽ ശരിക്കും ഒരു പാർട്ട്ണറിന്റെ അടുത്ത് അത് ഉണ്ടായില്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലേക്കായി. അപ്പൊ അതാ പറഞ്ഞ ഒരു 3 months കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് കംപ്ലീറ്റ്ലി ഒരു കണക്ട് ആയത്. സോ ആളതിന് ശേഷം ഇപ്പൊ ഞാൻ ശരിക്കും ഒന്നും പറയാറില്ല. ആളും ഒന്നും പറയാറില്ല. എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ പോലും ഒരു 10 minute മിണ്ടാതിരിക്കുള്ളൂ. ഇപ്പൊ കൂൾ ഓഫ് ടൈം എടുക്കും. ഒച്ചക്ക് സംസാരിക്കില്ല. ഇപ്പൊ നമ്മളാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഉറക്ക ചീത്ത പറയണ്ട, സൈലന്റ് ആയിട്ടിരിക്കുക. കാരണം എനിക്കാണെങ്കിൽ ഇച്ചിരി സൗണ്ട് കൂടുതലുണ്ട്. എന്തെങ്കിലും പറയുമ്പോഴും ഞാനപ്പോ പറയും മോളെ ഇതെന്റെ നോർമൽ വോയിസ് ആണ്, ഞാൻ ചീത്ത പറഞ്ഞതല്ല, ഇതാണ് ഞാൻ. പക്ഷെ എന്നാലും ആളില്ല വോയിസ് ഇത്ര ഉയർത്തി. വോയിസ് ഉയർത്തിയോ ഇപ്പൊ എത്ര ദേഷ്യത്തിലാണെങ്കിൽ പോലും ഞാൻ വോയിസ് ഉയർത്തിയോ എന്ന് ഞാൻ ചെയ്യും. ഇല്ലല്ലോ അപ്പൊ തന്നെ ദേഷ്യം കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു ദേഷ്യം.